ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറുകളെ കുറിച്ചാണ്. സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അഥവാ SCR ഇവ തൈറിസ്റ്റർ ഫാമിലിയിൽപ്പെട്ട ഒരംഗമാണ്. അതുപോലെ സെമി കണ്ടക്ടർ സ്വിച്ചിങ് ഡിവൈസുകളാണ്. SCRന് 3 ടെർമിനലുകളുണ്ട്. അവ ഇവയൊക്കെയാണ്: ഒന്നാമതായി ആനോഡ്, രണ്ടാമത് കാഥോഡ്, മൂന്നാമത് ഗേറ്റ്. അതുപോലെ SCR ഒരു 4 ലെയേർഡ് ഡിവൈസാണ്. ഇതിന് 3 ജംഗ്ഷനുകൾ കാണപ്പെടുന്നു: ജംഗ്ഷൻ 1, ജംഗ്ഷൻ 2, ജംഗ്ഷൻ 3. അടുത്തതായി നമുക്ക് SCRൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ച് നോക്കാം. VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ഗ്രാഫ് വ്യക്തമായി കാണാം. ഈ ഗ്രാഫിൽ 3 റീജിയനുകൾ കാണപ്പെടുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ റീജിയനാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയൻ, രണ്ടാമത്തെ റീജിയനാണ് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയൻ, അതുപോലെ മൂന്നാമത്തെ റീജിയനാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ. നമുക്കിനി ഈ 3 റീജിയനുകളെ കുറിച്ച് വിശദമായി പഠിക്കാം. നമുക്ക് ആദ്യത്തെ റീജിയനായ ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയനെ കുറിച്ച് നോക്കാം. ഈ ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയനിൽ SCRൻ്റെ ആനോഡ് പോസിറ്റീവ് ആയിരിക്കും, കാഥോഡ് നെഗറ്റീവ് ആയിരിക്കും. ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു 3 ജംഗ്ഷനുകൾ കാണപ്പെടുന്നുണ്ട്: ജംഗ്ഷൻ 1, ജംഗ്ഷൻ 2, അതുപോലെ ജംഗ്ഷൻ 3. ഇവിടെ ജംഗ്ഷൻ 1ഉം ജംഗ്ഷൻ 3യും ഫോർവേഡ് ബയാസിലായിരിക്കും. പക്ഷേ ജംഗ്ഷൻ 2 ഇവിടെ റിവേഴ്സ് ബയാസിലായിരിക്കും. അതുപോലെ ആനോഡ് കറൻറ്റ് അഥവാ IAK അതിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? ചെറിയ വാല്യൂ ആണ്. അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് പോകുന്ന കറൻറ്റാണ് IAK. അതിൻ്റെ വാല്യൂ എന്താണ്? ചെറിയ വാല്യൂ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒരു ലീക്കേജ് കറൻറ്റ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ ഡിവൈസ് ഇവിടെ എന്താണ്? നോട്ട് കണ്ടക്റ്റിംഗ് ആണ്. അതായത് ഇവിടെ ഡിവൈസ് എന്തല്ല, കണ്ടക്റ്റ് ചെയ്യുന്നില്ല എന്നർത്ഥം. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനാണ്. ഈ ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനിൽ നമ്മൾ എന്ത് ചെയ്യണം? VAKൻ്റെ വാല്യൂ അഥവാ ആനോഡ് കാഥോഡ് വോൾട്ടേജാണ് VAK. ഇതിൻ്റെ വാല്യൂ നമ്മൾ വർദ്ധിപ്പിക്കുകയും വേണം. അതിനോടൊപ്പം തന്നെ ഗേറ്റ് സർക്യൂട്ട് എന്ത് ചെയ്യണം? ഓപ്പൺ കണ്ടീഷനിലാണ് നമ്മൾ വെക്കുന്നത്. ഗേറ്റ് സർക്യൂട്ട് എന്ത് ചെയ്യണം? ഓപ്പൺ ആയിട്ട് വെക്കണം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സ് ആക്സിൽ ഗ്രാഫിൽ ശ്രദ്ധിക്കുക. എക്സ് ആക്സിൽ VFBO എന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. ഈ VFBO എന്ന് പറയുന്നത് ക്രിറ്റിക്കൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജാണ് VFBO. ഈ VFBOയിൽ എന്ത് ചെയ്യും? ജംഗ്ഷൻ 2 എന്താണ്? ജംഗ്ഷൻ 2 എന്ത് ചെയ്യും? അവലാഞ്ചോ ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യും ജംഗ്ഷൻ 2-ന്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എന്ത് ചെയ്യും? SCRൽ കൂടെ വളരെയധികം, അതായത് ലാർജ് എമൗണ്ട് ഓഫ് കറൻറ്റ് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഗേറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഗേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? SCR എന്താണ്? ടേൺ ഓൺ ചെയ്യുകയാണ്. എവിടെ ടേൺ ഓൺ ചെയ്യാൻ? അതായത് VFBOയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? SCR എന്ത് ചെയ്യും? ടേൺ ഓൺ ചെയ്യുകയാണ്. നേരത്തെ എന്ത് ചെയ്യണം? ലാർജ് എമൗണ്ട് ഓഫ് കറൻറ്റ് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? നോർമൽ കണ്ടീഷനിൽ VAK വർദ്ധിപ്പിക്കണം. VAK വർദ്ധിപ്പിച്ച് അത് VFBO അതായത് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്നുള്ള ഒരു പോയിന്റിൽ എത്തുമ്പോൾ മാത്രമാണ് ജംഗ്ഷൻ 2-ന് അവിടെ എന്ത് ചെയ്യുന്നത്? അവലാഞ്ച് ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്ത് കൂടുതൽ കറൻറ്റ് പോകുന്നത്. പക്ഷേ അതിന് മുമ്പ് നമ്മൾ ഗേറ്റ് അപ്ലൈ ചെയ്യുകയാണെന്നെങ്കിൽ ഈ VFBO ഒന്ന് എത്തേണ്ട, അതിന് മുമ്പ് തന്നെ എന്താവും? SCR ടേൺ ഓൺ ആയി കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ഗേറ്റ് കറൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? VFBOൻ്റെ വാല്യൂ എന്ത് ചെയ്യും? കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇനി നോക്കുക, ഗേറ്റ് കറൻറ്റ് വാല്യൂ 0, അതായത് നമ്മൾ ഗേറ്റ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ് വരിക? ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്താവും? VFBO ആയിരിക്കും. VFBOയിൽ എത്തുമ്പോൾ മാത്രമേ അതൊരു ടേൺ ഓൺ എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. അതുപോലെ ഗേറ്റിനൊരു വാല്യൂ കൊടുക്കുക, അതായത് IG1, IG2 അങ്ങനെ ഗേറ്റ് വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് VFBOൻ്റെ വാല്യൂ അഥവാ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജിൻ്റെ വാല്യൂ കുറച്ച് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയനാണ്. ഈ റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയനിൽ കാഥോഡിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? പോസിറ്റീവാണ്. അതുപോലെ ആനോഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ജംഗ്ഷൻ 1ഉം ജംഗ്ഷൻ 3 എന്താണ്? റിവേഴ്സ് ബയാസ്ഡ് കണ്ടീഷനിലാണ്. അതുപോലെ ജംഗ്ഷൻ 2 മാത്രമാണ് ഇവിടെ ഫോർവേഡ് ബയാസിങ്ങിലുള്ളത്. ഈ ഒരു അവസ്ഥയിൽ എന്താണ്? സ്മോളായിട്ട്, അതായത് ചെറിയ രീതിയിൽ എന്താണ്? ലീക്കേജ് കറൻറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? SCRലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ റിവേഴ്സ് വോൾട്ടേജ് എന്ത് ചെയ്യാണ്? റിവേഴ്സ് വോൾട്ടേജ് വളരെയധികം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഗ്രാഫിൽ കാണാം ഒരു പോയിൻ്റ് VRBO. VRBO എന്ന് പറഞ്ഞാൽ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ആണ്.
ഈ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജംഗ്ഷൻ 1ഉം അതുപോലെ ജംഗ്ഷൻ 3യും എന്താണ്, ഇവിടെ അവലാഞ്ച ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു പോയിന്റിൽ ജംഗ്ഷൻ 1ഉം അതുപോലെ ജംഗ്ഷൻ 3ക്കും അവലാഞ്ച ബ്രേക്ക് ഡൗൺ ഒക്കെ ചെയ്യുന്നതുകൊണ്ടാണ് വളരെയധികം എന്താണ് ഇവിടെ കറൻറ്റ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈ കൂടുന്ന കറൻറ്റ് നമുക്ക് ലിമിറ്റ് ചെയ്യാനോ അതുപോലെ ഒരു സേഫ് വാല്യൂയിലേക്കോ എത്തിക്കാനോ നമുക്ക് കഴിയില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ കൂടുതൽ പവർ ഡിസിപ്പേഷൻ്റെ ലെവൽ എന്ത് ചെയ്യും? ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിയും. ഇങ്ങനെ ക്രമാതീതമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ SCRന് എന്ത് ചെയ്യും? അത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റേറ്റിംഗ്സ് ഓഫ് SCR ആണ്. ഇതിൽ കുറച്ച് ടേംസുകളുടെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റത്തെ ടേമാണ് ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജ് അഥവാ VFBO. ഇതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനിൽ. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: വോൾട്ടേജ് അറ്റ് വിച്ച് SCR സ്വിച്ച്ഡ് ഫ്രം ഇറ്റ്സ് ഓഫ് പൊസിഷൻ ടു ഓൺ പൊസിഷൻ, ഇറ്റ്സ് വാല്യൂ ഈസ് മാക്സിമം ഫോർ IG = 0. അതായത് SCR ഓഫ് പൊസിഷനിൽ നിന്ന് ഓൺ പൊസിഷനിലേക്ക് എടുക്കാൻ, അതായത് സ്വിച്ചിങ് എന്നുള്ള ഈ ഒരു ടൈമിങ്ങിൽ എടുക്കുന്ന വോൾട്ടേജിനെ പറയുന്ന പേരാണ് VFBO. ഇതിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്? ഗേറ്റ് കറൻറ്റിൻ്റെ വാല്യൂ 0 ആവുന്ന സമയത്താണ് ഇതിൻ്റെ വാല്യൂ മാക്സിമം ലെവലിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ലാച്ചിങ് കറൻറ്റ്. ഈ ലാച്ചിങ് കറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം വാല്യൂ ഓഫ് കറൻറ്റ് ടു ടേൺ ഓൺ SCR. അതായത് ഒരു SCR ഓൺ ആവാൻ എടുക്കുന്ന മിനിമം വാല്യൂ ഓഫ് കറൻറ്റ് പറഞ്ഞ പേരാണ് ലാച്ചിങ് കറൻറ്റ്. അടുത്തതായിട്ട് ഹോൾഡിംഗ് കറൻറ്റാണ്. ഹോൾഡിംഗ് കറൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: വാല്യൂ ഓഫ് ആനോഡ് കറൻറ്റ് ടു ടേൺ ഓഫ് SCR. അതായത് ഇവിടെ ആനോഡ് കറൻറ്റിൻ്റെ വാല്യൂ ആണ് എങ്ങനെ SCR ടേൺ ഓഫ് ചെയ്യാനെടുക്കുന്ന ആനോഡ് കറൻറ്റ് വാല്യൂവിനെ പറയുന്ന പേരാണ് ഹോൾഡിംഗ് കറൻറ്റ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റിവേഴ്സ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അഥവാ VRBO. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: വാല്യൂ ഓഫ് റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ഡിവൈസ് ബ്രേക്സ് ഇൻ ടു അവലാഞ്ച് റീജിയൻ ആൻഡ് സ്റ്റാർട്ട്സ് കണ്ടക്ടിങ് ഹെവിലി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയനിൽ വ്യക്തമായി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ, അതായത് VRBO എന്നുള്ള പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? കണ്ടക്ടിങ് ഹെവിലി, അതായത് ഈ കറൻറ്റാണ് ഇവിടെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഇത് സംഭവിക്കും, ഈ ഒരു പോയിന്റിൽ നമ്മുടെ SCR എന്താവാണ്? ബ്രേക്ക് ചെയ്യാണ്, ഡാമേജായി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. VRBO എന്നുള്ള പോയിന്റിലും കൂടുതൽ നമ്മൾ റിവേഴ്സ് ബ്രേക്ക് ഡൗൺ റിവേഴ്സ് വോൾട്ടേജ് നൽകുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? SCR ഡാമേജായി പോകുന്നതായിട്ട് കാണാൻ കഴിയും. അടുത്ത പോയിൻ്റാണ് ഗേറ്റ് ട്രിഗർ കറൻറ്റ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: വാല്യൂ ഓഫ് ആനോഡ് കറൻറ്റ് നെസസറി ടു ടേൺ ഓൺ SCR. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? SCR ടേൺ ഓൺ, അതായത് ഓണാക്കാൻ എടുക്കുന്ന ആനോഡ് കറൻറ്റിൻ്റെ വാല്യൂവിനെ പറഞ്ഞ പേരാണ് ഗേറ്റ് ട്രിഗർ കറൻറ്റ്. അടുത്തത് ആവറേജ് ഫോർവേഡ് കറൻറ്റ് IAFC. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: മാക്സിമം കണ്ടിന്യൂസ് വാല്യൂ ഓഫ് ആനോഡ് കറൻറ്റ് വിച്ച് SCR ക്യാൻ ഹാൻഡിൽ ഇറ്റ്സ് ഓൺ പൊസിഷൻ. അതായത് SCR ഓൺ പൊസിഷനിൽ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള മാക്സിമം ആനോഡ് കറൻറ്റ് പറഞ്ഞ പേരാണ് ആവറേജ് ഫോർവേഡ് കറൻറ്റ്. അടുത്താണ് ടേൺ ഓൺ ടൈം. ടേൺ ഓൺ ടൈം നമുക്കറിയാം, അതിൻ്റെ ആ വേർഡ് തന്നെ ഉണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ടൈം ടേക്കൺ ടു ടേൺ ഓൺ SCR ഓൺ ആവാൻ എടുക്കുന്ന സമയം. ടേൺ ഓഫ് ടൈം ടേക്കൺ ടു ടേൺ ഓഫ് SCR ഓഫ് ആവാൻ എടുക്കുന്ന സമയമാണ്. അടുത്താണ് വോൾട്ടേജ് സേഫ്റ്റി ഫാക്ടർ അഥവാ VR. ഇറ്റ് ഈസ് ഫോർ സേഫ്റ്റി ഓഫ് SCRൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാക്ടറാണ് VR അഥവാ വോൾട്ടേജ് സേഫ്റ്റി ഫാക്ടർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ആണ് VR = PIV, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് ആണ് PIV ഡിവൈഡ് ബൈ √2 ഇൻറ്റു RMS വാല്യൂ ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. ഈ VR അതായത് സേഫ്റ്റി ഫാക്ടർ എപ്പോഴും 2-ൻ്റെയും 2.7 ഇടയിലാവണം. നെക്സ്റ്റ് വൺ, അഡ്വാൻറ്റേജസ് ഓഫ് SCR. ഫസ്റ്റ് വൺ, നോ മൂവിങ് പാർട്സ്, സോ നോയ്സ്ലെസ് ഓപ്പറേഷൻ. സെക്കൻഡ് വൺ, സ്വിച്ചിങ് സ്പീഡ് ഈസ് വെരി ഹൈ. തേർഡ് വൺ, കൺട്രോൾസ് ലാർജ് കറൻറ്റ് ഇൻ ലോഡ് ബൈ എ സ്മോൾ ഗേറ്റ് കറൻറ്റ്. ഫോർത്ത് വൺ, ഗീവ്സ്
trouble-free service due to small size. Next one, disadvantages of SCR. First one, using SCR in presence of transient pulses. Second one, positive pulse at gate terminal, turn on SCR. If a negative pulses applied to the gate will not turn off SCR because heavy feedback current keep the rectified in conducting state. Next one, applications of SCR. First one, relay control, regulated power supplies, inverters, choppers, heater control, battery charger, speed control of DC shunt motor. Last one, protective circuits.